നമസ്തേ. കോടതികളുടെ ചില പ്രത്യേകതകൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ചിലതൊക്കെ ശ്രദ്ധിച്ചിട്ടുണ്ട്. നമ്മുടെ കോടതികളിൽ തെളിവിന് ആണ് പ്രാധാന്യം. സത്യമായിട്ട് ഒരാൾ പറഞ്ഞാലും കോടതി അത് സ്വീകരിക്കണമെന്നില്ല. പലപ്പോഴും തെളിവ് എവിടെയാണെന്ന് ചോദിക്കും. അതല്ലെങ്കിൽ ആ കുറ്റം ചെയ്ത ആൾ തന്നെ ചെന്ന് കുറ്റസമ്മതം നടത്തുകയാണെങ്കിൽ കോടതി മിക്കവാറും അംഗീകരിക്കും. മറ്റൊരു പ്രത്യേകതയുള്ളത്, കോടതിയിൽ കേസ് കൊടുത്താലേ അവർ നടപടിയെ സ്വീകരിക്കുള്ളൂ. അങ്ങനെയല്ലേ? ശരിയാ. പൊതുവെ പരാതി കൊടുക്കണം. എന്തെങ്കിലും ഒരു സംഭവം നടന്നാൽ നമുക്ക് ആക്ഷേപം ഉണ്ടെങ്കിൽ അത് കോടതിയെ അറിയിക്കണം കേസായിട്ട്. അല്ലാതെ കോടതി തന്നെ കേസെടുക്കുന്നത് അപൂർവം ചില സന്ദർഭങ്ങളിലൊക്കെ പതിവുണ്ട്. മൂന്നാമതൊരു പ്രത്യേകത നമ്മുടെ കോടതിക്കുള്ളത്, അവിടെ മനുഷ്യരെ പോലെ മൃഗങ്ങളെ വിചാരണ ചെയ്യുക, ശിക്ഷിക്കുക. അത് കാണാറുണ്ടോ? ഇല്ല. മൃഗങ്ങളെ മനുഷ്യരെ പോലെ പരിഗണിക്കുന്ന സമ്പ്രദായം നമ്മുടെ കോടതിക്ക് പൊതുവെ ഇല്ല. ചില കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ തന്നെയും. മറ്റൊരു പ്രത്യേകത, നമ്മുടെ കോടതിയിൽ തെറ്റ് ചെയ്താൽ, കുറ്റം ചെയ്താൽ ശിക്ഷയുണ്ട്. അതേസമയത്ത് നല്ല കാര്യമാണ് ചെയ്യാൻ നിൽക്കുക, അതിന് വല്ലതും കോടതി നൽകാറുണ്ടോ? ഇല്ല. അതായത് ഒരു മനുഷ്യൻ നല്ലതും ചീത്തയും ചെയ്യുമല്ലോ. തെറ്റ് ചെയ്താൽ, കുറ്റം ചെയ്താൽ ശിക്ഷിക്കണം. അതുപോലെ നല്ലത് ചെയ്തു കഴിഞ്ഞാൽ അയാളെ പ്രശംസിക്കുക, അല്ലെങ്കിൽ അയാൾക്ക് നല്ല ജീവിത സൗകര്യം ഒരുക്കി കൊടുക്കുക. അങ്ങനെയുള്ളത് പൊതുവേ നമ്മുടെ കോടതിക്കില്ല. എന്നാൽ ഈ 4 പ്രത്യേകതകളും ഉള്ളതായ വ്യത്യസ്തമായൊരു കോടതി ഉണ്ട് എന്നാണ്. ആ കോടതി എവിടെയാണ്? ധർമ്മദേവൻ്റെ കോടതിയാണ്. നമ്മൾ മരിച്ചു ചെല്ലുമ്പോൾ നമ്മൾ വിചാരണ നേടുന്ന ഒരു കോടതിയാണ്. അവിടെ തെളിവിനല്ല പ്രാധാന്യം, സത്യത്തിനാണ്. അതുപോലെ കേസ് കൊടുക്കണ്ട, എല്ലാ സംഭവങ്ങളും അവിടെ കൃത്യമായിട്ട് അറിയിച്ചിട്ടുണ്ടാവും. അതെന്താണെന്ന് വെച്ചാൽ, ധർമ്മദേവൻ്റെ ചാരന്മാർ നമ്മളുടെ ചുറ്റും അന്വേഷിച്ചുകൊണ്ട് നടക്കേണ്ടതെന്നാണ് പുരാണങ്ങളിലൊക്കെ പറയുന്നത്. പട്ടികളാണെന്നാണ് പറയുന്നത്. അവർ നമ്മൾ ചെയ്യുന്ന നല്ല കാര്യവും ചീത്ത കാര്യവും ഒക്കെ യഥാസമയം അവിടെ ധർമ്മദേവനെ അറിയിക്കുന്നുണ്ട്. അപ്പോൾ പിന്നെ കേസ് കൊടുക്കേണ്ട കാര്യമില്ല, സംഭവം അവിടെ അറിഞ്ഞിട്ടുണ്ട്. പോരാതെ തെളിവും ആവശ്യമില്ല. സത്യമാണ് അവിടെ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ധർമ്മദേവൻ്റെ ചാരന്മാരാണ്. ആ ചാരന്മാർ വേദത്തിലൊക്കെ പറയുന്നത് ന തിഷ്ഠന്തി ന നിമിഷന്തി എന്നാണ്. അവർ ന തിഷ്ഠന്തി എന്ന് വെച്ചാൽ അവർ ഒരു ദിക്കിൽ ഇരിക്കില്ല എന്നാണ്. എപ്പോഴും സദാ ചുറ്റി സഞ്ചരിച്ചുകൊണ്ടിരിക്കും, വല്ലതും സംഭവിക്കുന്നുണ്ടോ എന്നറിയാനായിട്ട്, ഓരോരുത്തരും എന്തൊക്കെയാണ് ചെയ്യണതെന്ന് അറിയാനായിട്ട്. അതുപോലെ തന്നെ ന നിമിഷന്തി, കണ്ണടയ്ക്കുക പോലും ചെയ്യില്ല എന്നാണ്. അത്ര ശ്രദ്ധയോട് കൂടിയിട്ടാണ് ഓരോരുത്തരുടെയും പ്രവൃത്തിയും അവരന്വേഷിക്കുക എന്നാണ്. അപ്പോൾ എല്ലാ കാര്യങ്ങളും സത്യസന്ധമായിട്ട് അതാത് സമയത്ത് ധർമ്മദേവൻ്റെ അടുക്കൽ എത്തിച്ചേർന്നിട്ടുണ്ടാവും എന്നാണ്. മൂന്നാമതെന്ന്, അവിടെ എല്ലാവരെയും ജീവനായിട്ടാണ് കണക്കാക്കുക. മനുഷ്യൻ മൃഗം അങ്ങനെ വ്യത്യാസമൊന്നുമില്ല. അപ്പം അതുകൊണ്ട് മൃഗങ്ങൾ തെറ്റ് ചെയ്താലും അവരെ ശിക്ഷിക്കും. അതേപോലെ തന്നെ അവരെ വിചാരണ ചെയ്യും. നമ്മുടെ കോടതി പോലെ അല്ല എന്നർത്ഥം. മനുഷ്യനെ പോലെ മൃഗങ്ങളെയും കണക്കാക്കും എന്നർത്ഥം. അവസാനം പറഞ്ഞ പ്രത്യേകത നന്മ ചെയ്താൽ എന്താണെന്നാണ്. ധർമ്മദേവൻ്റെ കോടതിയിൽ നന്മ ചെയ്തു കഴിഞ്ഞാൽ അതിനുള്ള അനുഗ്രഹം, നമുക്ക് സുഖമായിട്ടുള്ള ജീവിതം, സൗഭാഗ്യങ്ങളൊക്കെ നൽകും. വളരെയധികം പുണ്യമുണ്ടെന്നുണ്ടെങ്കിൽ അധികം നന്മ ചെയ്തിട്ടുള്ള ആളുകൾക്ക് സ്വർഗത്തിലേക്ക് പോകാനുള്ള അവസരം ഉണ്ടാവും. അവിടെ
പുണ്യത്തെയും പാപത്തെയും അല്ലെങ്കിൽ നന്മയെയും തിന്മയെയും ഒരുപോലെ വിലയിരുത്തി നമുക്ക് അതിൻ്റെ ഫലം നൽകുന്ന കോടതിയാണ് ധർമ്മദേവൻ്റെ കോടതി. ഈ 4 പ്രത്യേകതകളുമുള്ളതായ ആ കോടതിയിൽ ഒരു വിശേഷപ്പെട്ട കേസ് വിസ്താരമുണ്ടായി എന്നാണ്. അപൂർവമായതാണ്. അതൊരു രസകരമായിട്ടുള്ളൊരു കഥയാണ്. ആ കഥ എന്താ? അത് അടുത്ത വീഡിയോയിൽ പറയാം. നമസ്കാരം.